എളുപ്പമായിട്ട് പെട്ടെന്ന് പോകാം. എളുപ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓം യശ്ചന്ദസാം ഋഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാത് സംബുഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുത്തമ കർണാഭ്യാം ഭൂരിവിശ്രുവം ബ്രഹ്മണ കോശോസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം മേധാ ന ആഗാത് വിശ്വാചി ഭദ്രാ സുമനസ്യ മാനാ ത്വയാ ജുഷ്ടാ നുദമാനാ ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഃ ത്വയാ ജുഷ്ട ഋഷിർഭവതി ദേവി ത്വയാ ബ്രഹ്മാ ശ്രീരുദത്വയാ ത്വയാ ജുഷ്ടശ്ചിത്രം വിന്ദതേ വസു സാ നോ ജുഷസ്വ ദ്രവിണോ ന മേധേ മേധാം മേ ഇന്ദ്രോ ദദാതു മേധാം ദേവി സരസ്വതി മേധാം മേ അശ്വിനാ ഉഭൗ ആദത്താം പുഷ്കരസ്രജാ അപ്സരാസു ച യാ മേധാ ഗന്ധർവേഷു ച യന്മനഃ ദൈവീ മേധാ സരസ്വതി സാമാം മേധാ സുരഭിർജുഷതാ സ്വാഹ ആമാം മേധാ സുരഭിർ വിശ്വരൂപാ ഹിരണ്യവർണാ ജഗതി ജഗമ്യ ഊർജസ്വതി പയസാ പിന്വമാന സാമാം മേധാ സുപ്രതീകാ ജുഷന്താം മയി മേധാം മയി പ്രജാം മയ്യഗ്നിസ്തേജോ ദധാതു മയി മേധാം മയി പ്രജാം മയീന്ദ്ര ഇന്ദ്രിയം ദധാതു മയി മേധാം മയി പ്രജാം മയി സൂര്യോ ഭ്രാജോ ദധാതു. ഓം ഹംസ ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത്രയാണ് മേധാസൂക്തം. ഇനി ഇതിലൊക്കെ കുറച്ചുകൂടെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ യജുർവേദത്തിലും മറ്റൊക്കെ മേധാസൂക്തങ്ങൾ 3-4 മന്ത്രങ്ങളുടെ രൂപത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് പൊതുവെ കുറച്ചും കൂടെ വ്യാപകമായിട്ട് ചൊല്ലി വരുന്ന മേധാസൂക്തം. അതുകൊണ്ടാണ് ഈ പാഠം എടുത്തിരിക്കുന്നത്. ഇതിലെന്താണ് പറയുന്നത്? ആദ്യം തന്നെ ഓം യശ്ചന്ദസാം ഋഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാത് സംബഭൂവ സമേന്ദ്രോ മേധയാ സ്പൃണോതു അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം ബ്രഹ്മണ കോശോസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഇതാണ് അതിലെ ആദ്യത്തെ അനുവാദം. എന്താണ് ഇതിൽ പറയുന്നത്? ഛന്ദസാം ഋഷഭഃ വിശ്വരൂപഃ യഹ അമൃതാത് ഛന്ദോഭ്യഃ അതിസംബഭൂവ. ഛന്ദസാം ഋഷഭഃ, ഛന്ദസ്സുകളുടെ ഋഷഭമായിരിക്കുന്നത്. ഋഷഭമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഛന്ദസ്സുകളെ പ്രകാശിപ്പിക്കുന്നത് അഥവാ ഛന്ദസ്സുകളെ വർഷിക്കുന്നത്. നമുക്കറിയാം ഋഷഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷഭം എന്ന് പറഞ്ഞാൽ കാളാന്നാണ് അർത്ഥം. ആ അർത്ഥം വരുന്നത് എങ്ങനെ? ഋഷഭം അഥവാ വൃഷഭം വർഷിക്കുന്നവനാണ്, വർഷണം കൊണ്ട് ശോഭിക്കുന്നവനാണ്. ഇതുപോലെയാണ് എന്താണ് ഛന്ദസ്സുകളെ വർഷിക്കുന്നത്. എന്താണ്? മേധാശക്തി. മേധാശക്തി എന്ന് പറഞ്ഞാല് എന്താണ്? മേധാശക്തി എന്ന് പറഞ്ഞാല് ധിഷണാശക്തിയാണ് ശരിക്ക്. ആ ധിഷണ ശക്തി, അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഛന്ദസ്സുകൾ. നമുക്ക് അറിയാം പ്രാചീനരായ മഹർഷിവര്യന്മാര്, ശ്രീപരമേശ്വരനെ പോലെയുള്ള ഉഗ്രപ്രഭാവന്മാരായ ഋഷിവര്യന്മാരെ, അവരുടെ ശിരസിലാണ്, അവരുടെ ധിഷണയിലാണ് ദൈവിക മന്ത്രങ്ങൾ, വൈദിക മന്ത്രങ്ങൾ തോന്നിയത്, ഉടലെടുത്തത്. അവർ നിർമ്മിച്ചതെന്നല്ല, അവർക്കാണത് വെളിപ്പെട്ടത്. വൈദികങ്ങളായ മന്ത്രങ്ങൾ. അപ്പോ അവരുടെ ധിഷണയിൽ നിന്നുണ്ടായ ആ മന്ത്രങ്ങൾ അതിനെന്ത് ചെയ്തിരിക്കുന്നു? നമുക്കായി പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ അത് ഛന്ദസാം ഋഷഭഃ, ഛന്ദസ്സുകളെ, വേദമന്ത്രങ്ങളെ
വർഷിക്കുന്നതും. വിശ്വരൂപ, വിശ്വരൂപ, വിശ്വശബ്ദത്തിന് എന്തർത്ഥം? സമസ്തം, എല്ലാം എന്നർത്ഥം. വിശ്വേ ദേവാഹ എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും എന്നാണ് അർത്ഥം. അപ്പോ വിശ്വരൂപ, എല്ലാ നാനാരൂപത്തിലുള്ള, നാനാരൂപത്തിൽ ഉള്ളതും നാനാരൂപത്തിൽ വർത്തിക്കുന്നതും ആയിട്ടുള്ള യഹ അമൃതാത് ഛന്ദോഭ്യ അതിസംബഭൂവ, അമൃതമായിട്ടുള്ള, അമരമായിട്ടുള്ള, നാശമില്ലാത്ത, അവിനാശിയായിട്ടുള്ള ഛന്ദസ്സുകളിൽ നിന്ന് എന്താണ് ഉദ്ഭവിച്ചതും ഉളവായതും ആയ യഹ ഇന്ദ്രഹ, ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മള് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള വിക്രിയകൾ കാട്ടിക്കൂട്ടുന്ന ഇന്ദ്രനുണ്ട്. ആ ഇന്ദ്രനല്ല ശരിക്ക്. ഇത് അല്പം കൂടെ വേദത്തിൽ പറയുന്ന ആ ഇന്ദ്രൻ എന്ന് പറയുന്നത് കുറെ കൂടെ ഉദാത്തമായിട്ടുള്ള, സമസ്ത അനുഗ്രഹങ്ങളെയും വർഷിക്കുവാൻ ശക്തനായിട്ടുള്ള ഒരു ദേവ സ്വരൂപത്തെയാണ് അവിടെ ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രനെയാണ് എന്താണ് പറയുന്നത്? ഛന്ദസ്സുകളെ വർഷിക്കുന്നവനും നാനാരൂപമാർന്നവനും അമൃതങ്ങളായ ഛന്ദസ്സുകളിൽ നിന്ന് ആവിർഭൂതനും ആയ യഹ ഇന്ദ്രഹ. അങ്ങനെയുള്ള ഏതൊരു ഇന്ദ്രനുണ്ടോ ആ ഇന്ദ്രൻ മാ എന്നതിന് എന്നെ എന്നാണ് അർത്ഥം. മാം എന്ന് തന്നെ. മാം, ഈ അസ്മശബ്ദത്തില് ദ്വിതീയ, ചതുർത്ഥി, ഷഷ്ടി ഈ 3 വിഭക്തികൾക്ക് ഈ 2 രൂപങ്ങളുണ്ട് അസ്മത് ശബ്ദത്തിന്. മാം, മാ. മാ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാ നിഷാദ എന്നുള്ളിടത്തൊക്കെ പറഞ്ഞ പോലെ മാ അരുത് എന്ന അർത്ഥം നമ്മൾ പെട്ടെന്ന് ഗ്രഹിക്കും. അങ്ങനെയല്ല, വേദങ്ങളിലേക്ക് ഈ മാം എന്നുള്ളതിന് പകരം മാ എന്നാണ് അധികം പ്രയോഗിക്കാറ് വൈദിക സാഹിത്യത്തിൽ. അപ്പൊ നമ്മൾ അസതോ മാ സദ്ഗമയ, അവിടെ മാ എന്നുള്ളതിന് അരുത് എന്നല്ല അർത്ഥം. അസതഹ മാം, എന്നെ എന്നാണ് അർത്ഥം, അല്ലേ? മാം വിദ്ധി ജനകാത്മജാം എന്ന് സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞത്. മാം വിദ്ധി ജനകാത്മജ, ആ മാം തന്നെയാണ് ഇവിടെ. അപ്പോ ആ ഇന്ദ്രൻ മാ, എന്നെ മേധയാ സ്പൃണോതു, മേധ കൊണ്ട് എന്നെ സ്പൃണോതു. സ്പൃണോതു എന്ന് പറഞ്ഞാൽ സ്പൃ എന്ന ധാതുവിന് പ്രീതി പരിപാലനയോ, പ്രീതി എന്ന അർത്ഥം, പരിപാലനം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ എന്നെ പ്രീണിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആ ഇന്ദ്രൻ, എന്നെ മേധാശക്തി നൽകി സന്തോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് അതിൻ്റെ അർത്ഥം. സാ മേന്ദ്രോ മാ ഇന്ദ്രഹ, ഇന്ദ്രൻ എന്നെ മേധയാ സ്പൃണോതു. അമൃതസ്യ ദേവധാരണോ ഭൂയാസം. എന്നിട്ട് അതിന് അടുത്ത പ്രാർത്ഥനയാണ്, ഹേ ദേവ അഹം അമൃതസ്യ ധാരണ ഭൂയാസം. ഭൂയാസം ആശീർലിംഗാണ്. ഞാൻ അമൃതത്തിന്റെ ധാരണൻ, ഞാൻ അമരതയെ ധരിക്കുന്നവനാകട്ടെ. ശരീരം മേ വിചർഷണം. ഇനി ഞാൻ എങ്ങനെയാവണം? ആ മേധാശക്തി കിട്ടി ഞാൻ അമരതയെ ധരിക്കുന്നതിന് പ്രാപ്തനായി തീർന്നാൽ, ശരീരം മേ വിചർഷണം, എൻ്റെ ശരീരം വിചർഷണമായിരിക്കണം. വിചർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കുന്നത് എന്നാണ് അർത്ഥം. അത് കർമ്മശേഷിയുള്ളത് എന്നർത്ഥം. ചർഷണി, ചർഷണി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് എന്നാണ്. നമ്മൾ ഈ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഒരെണ്ണം നമ്മൾ പറയുന്നുണ്ട്, ഈശാന വാര്യാണാം ക്ഷയന്തി ചർഷണീനാം ആപോ യാചാമി ഭേഷജം. ഇതിലുള്ളതാണ്, നമ്മുടെ മന്ത്രങ്ങളിൽ ഉള്ളതാണ്, പുണ്യാഹ മന്ത്രങ്ങളിൽ. അപ്പൊ അതിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഈശാന വാര്യാണാം, വരണീയങ്ങളായിട്ടുള്ള, സ്പൃഹണീയങ്ങളായിട്ടുള്ള ഗുണങ്ങൾക്കൊക്കെ എന്താണ്? അതിൻ്റെ അധീശത്രിയാണ് എന്ത്? ജലദേവത. ജലം വളരെയേറെ എന്താണ്? നമ്മളിലുള്ള രോഗാവസ്ഥകളെ നീക്കിക്കളയുന്നതിനും നമ്മളിൽ ഔഷധങ്ങൾ എത്തിക്കുന്നതിനും ജലത്തിന് വലിയ പങ്കുണ്ട്. അതൊക്കെ വേദത്തിലൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ പല മന്ത്രങ്ങളും ഈ ജലത്തിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നതും.
നമ്മുടെ പുണ്യാഹ മന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നു. പുണ്യാഹത്തിന്റെ മന്ത്രങ്ങൾ അത് പല മന്ത്രങ്ങൾ ഉള്ളതിൽ അധികവും എന്താണ് ജലത്തിന്റെ മഹിമയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെയാണ് നിവാരയതി, എന്താണ് വാരണി ചർഷണീനാം, ചർഷണികളെ നിരോധിക്കുന്നത്, തടയുന്നത് ജലം. അപ്പൊ ചർഷണി എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ആളുകൾ. പണ്ടത്തെ ആളുകളൊക്കെ അവരുടെ കന്നുകാലികളെയും കൊണ്ട് വെള്ളമുള്ള സ്ഥലങ്ങള്, മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നവരാണല്ലോ. അതാണ് ചർഷണം എന്ന് പറയുന്നത്. ഇങ്ങനെ നടന്ന് 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 അങ്ങനെ കൊണ്ടിരിക്കുക, ചഞ്ചലമായിരിക്കുക. ഈ ചഞ്ചലതയെ തടയുന്നതാണ് ജലം. അതായത് സ്ഥിരമായിട്ട് ജലത്തിന്റെ ലഭ്യതയുള്ള സ്ഥലങ്ങളിലാണ് ആളുകൾ സ്ഥിര താമസം നടത്തുന്നത്. അതാണല്ലോ നമ്മൾ സിന്ധു നദി തട സംസ്കാരത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത് അതാണ്. അപ്പൊ അത് ആ തത്വമാണ് ഇവിടെ പറയുന്നത്. നിവാരയന്തി ചർഷണീനാം, അലഞ്ഞു നടക്കുന്ന ആളുകളെ എന്താണ് സ്ഥിരമായി വസിപ്പിക്കുന്നവളാണ് ജലം, ജലദേവത. ആ ജലത്തോട് ഞാൻ ഭിഷജത്തെ യാചിക്കുന്നു, അതായത് ഔഷധത്തെ യാചിക്കുന്നു. വെള്ളം, നല്ല വെള്ളമാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം. എന്താണ് ധാരാളം ഔഷധമുള്ളതാണ്. നമുക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാം അല്ലേ? നമ്മുടെ ചുറ്റുപാടുള്ള വൃക്ഷങ്ങളുടെയൊക്കെ എന്തുണ്ട് ഗുണങ്ങൾ വെള്ളത്തിൽ എത്തുന്നുണ്ട്. അതിലൂടെ അരിച്ചിറങ്ങി കിണറ്റിലും ജലാശയങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ല ഔഷധ ഗുണങ്ങൾ അതിൽ വരുന്നുണ്ട്. അതോടൊപ്പം എന്താണ് അമ്മമാര് കുഞ്ഞുങ്ങളിലേക്ക് ഔഷധങ്ങൾ എത്തിക്കുന്നത് പോലെ ഭൂമി ദേവിയുടെ പല പല പ്രക്രിയകൾ അല്ലെ, നല്ല ആഴത്തിൽ വലിയ വൻവൃക്ഷങ്ങളുടെ വേരുകൾ എവിടം വരെയാണ് പോകുന്നത്? നമുക്ക് ആവശ്യമുള്ള ധാതുക്കളും ദ്രവ്യങ്ങളും ലവണങ്ങളും ഒക്കെ സ്ഥലം വരെയാണ് വൃക്ഷങ്ങളുടെ വേര് പോകുന്നത്. അല്ലാതെ നേരെ അങ്ങ് താഴേക്ക് പോലെ, വളരെ താഴേക്ക് പോയാൽ അപകടകരമായിട്ടുള്ള പല സാധനങ്ങളും അതിലുണ്ടാവും. പക്ഷെ ജീവനെ നിലനിർത്തുന്നതിന് പര്യാപ്തമായിട്ടുള്ളതായ ധാതുക്കളും ലവണങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിലാണ് വൃക്ഷങ്ങളുടെ, വൻവൃക്ഷങ്ങളുടെ വേരുകൾ പോലും ചേരുന്നത്. അവിടുന്ന് അതെല്ലാം വലിച്ചെടുത്തിട്ട് അവയുടെ ഫലങ്ങളിലൂടെ നമുക്ക് തരും. നമ്മൾ തിന്നാലും തിന്നില്ലെങ്കിലും എന്താണ്, തിന്നാൽ ഫലത്തിൽ നമുക്ക് നേര് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, അത് നേരിട്ട് ഭൂമിയുടെ മുകളിലേക്ക് അത് വരും, വെള്ളത്തിലൂടെ അത് വീണ്ടും ജലാശയങ്ങളിലേക്ക് എത്തും. അങ്ങനെ ഒരു കുട്ടികൾക്ക് പല രൂപത്തിൽ പല മാർഗങ്ങളും അവലംബിച്ച് ഔഷധ ഗുണമുള്ള വസ്തുക്കൾ കൊടുക്കുന്ന ഒരു അമ്മയെ പോലെയാണ് പ്രകൃതി. അപ്പൊ ആ പ്രകൃതിയാണ് എന്താണ്, അത് ഈശാന, വരണീയങ്ങളായിട്ടുള്ള എല്ലാറ്റിനെയും വെള്ളത്തിലെത്തിക്കുന്നു. പിന്നെയോ വായുവിനിടെയും തരുന്നു അല്ലെ. വൃക്ഷങ്ങളുടെയൊക്കെ ഗന്ധവാഹനാണ് കാറ്റ്. അപ്പൊ ഗന്ധം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവയുടെ ചെറിയ അംശങ്ങളെ അത് വഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും ഔഷധങ്ങളായിരിക്കും. അവയുടെ ഔഷധ ഗുണങ്ങളും കൊണ്ടാണ് വായുവും നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ജലവും വായുവും ആയി നമ്മുടെ ചുറ്റുപാടുമുള്ള നിരവധി ഔഷധങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയ പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ജലത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത്. അപ്പൊ ചർഷണി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ ശരീരം വിചർഷണം, വിശേഷേണ ചർഷണമാകട്ടെ, നന്നായി ചലിക്കുന്നതാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നന്നായി കർമ്മശേഷിയുള്ളതായി തീരട്ടെ എൻ്റെ ശരീരം. അപ്പൊ ശരീരം മേ വിചർഷണം. പിന്നെയോ ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ ജിഹ്വ, എൻ്റെ നാക്ക് ഏറ്റവും മധുമത്തമയായിരിക്കട്ടെ, ഏറ്റവും മാധുര്യമാർന്നതാകട്ടെ. ഇവിടെ ശരിക്കും അഥർവവേദത്തിലെ ചില മന്ത്രങ്ങൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അഥർവവേദത്തിലെ കുറെ മന്ത്രങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ശത്രുക്കൾ 10 100 ആയിക്കൊള്ളട്ടെ, ഓഷധികളെ നിങ്ങൾ എൻ്റെ സ്വരം മധുരമാക്കി തരും. എനിക്ക് 10 100 ശത്രുക്കൾ ഉണ്ടെങ്കിലും എൻ്റെ സ്വരം മധുരമാണെങ്കിൽ എന്തില്ല, ശത്രുക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുകയില്ല. വീണ്ടും പറയാണ്, എൻ്റെ ശത്രുക്കൾ 100 1000 ആകട്ടെ, എൻ്റെ ശത്രുക്കൾ 1000 10,000 ആകട്ടെ. അങ്ങനെ വീണ്ടും വീണ്ടും പറയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? എന്തൊക്കെയാണെങ്കിലും, എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്വരം മധുരമാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല എന്നാണ് അഥർവവേദം പറയുന്നത്. കുറെ മന്ത്രങ്ങളിൽ അഥർവവേദം അപ്രകാരം പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ. എന്താണ്? ജിഹ്വാമേ മധുമത്തമാൻ, എൻ്റെ നാവ് ഏറ്റവും മധുമത്ത്, മാധുര്യമുള്ളത്. അതിൽ തന്നെ തമൃതയം, ഏറ്റവും മാധുര്യമുള്ളതാകട്ടെ. കർണാഭ്യാം ഭൂരി വിശ്രുവം, ഞാൻ എൻ്റെ കൊണ്ട് ധാരാളമായി കേട്ടിരിക്കുന്നു. കേട്ടതും ഭൂരി ഭൂയാത്, എൻ്റെ കർണങ്ങൾ കൊണ്ട് ഞാൻ കേട്ടത്
ധാരാളമായി തീരട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഥവാ അത് മംഗളമുള്ളതായി തീരട്ടെ. എങ്ങനെയാണ് കേട്ടത് ധാരാളം ഉള്ളതായി തീരുന്നത്? കേട്ടത് നമ്മുടെ മനസ്സുമായി സംവദിച്ച് അതിൽ നിന്ന് നൂതനങ്ങളായ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ബൃഹത്തായി തീരട്ടെ. വളരെ സംക്ഷിപ്തമായി പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ മനസ്സിന്റെ ശക്തി, അത് മേധാശക്തിയുമായി യോജിക്കുമ്പോൾ അതെന്തായിത്തീരുന്നു? അത് ഭൂരി ആയിത്തീരുന്നു. കേട്ടത് കുറച്ചാണെങ്കിലും അതിൽ നിന്ന് നാം ഗ്രഹിക്കുന്നത് ഒരാശയ പ്രപഞ്ചം തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കർണാഭ്യാം യത് വിശ്രുതം തത് ഭൂരി ഭൂയാത്. കർണങ്ങൾ കൊണ്ട് ഞാൻ കേട്ടത് എന്തായിരിക്കട്ടെ? അത് ധാരാളമായി തീരട്ടെ. അത് എന്താണ്? അതിന് ധാരാളം പൊലിമ ഉണ്ടാകുമാറാകട്ടെ. എങ്ങനെയാണ്? നല്ല അർത്ഥതലങ്ങളെ അതിനോട് ചേർത്തുകൊണ്ട്. കാരണം നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ തിരുലിഖിതങ്ങളെല്ലാം എങ്ങനെയുള്ള വാക്കുകളാണ്? ഇംപ്രഗ്നേറ്റഡ് വേർഡ്സ് ആണ്, ഗർഭിതാർത്ഥങ്ങളായ പദങ്ങളാണ്. അതുകൊണ്ട് ശരിയായ ധിഷണാശാലിയായ ആൾ അതിനെ കേൾക്കുമ്പോൾ അതെന്താണ്? അത് വലിയ ആശയ പ്രപഞ്ചത്തെ തന്നെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ബ്രഹ്മണകോശോസി മേധയാ പിഹിത സാക്ഷാത് ബ്രഹ്മണ മേധാശക്തിയാൽ പിഹിതമായ ആവൃതമായ ബ്രഹ്മകോശം തന്നെയാകുന്നു നീ. ആരോടാണ് പറയുന്നത്? ഇന്ദ്രനോടാണ് പറയുന്നത്. സാക്ഷാത് ബ്രഹ്മകോശം തന്നെയാണ്, മേധയാൽ ആവൃതമായ ബ്രഹ്മകോശം തന്നെയാണ് നീ. അതുകൊണ്ട് ശ്രുതം മേ ഗോപായ, ഞാൻ കേട്ട കാര്യങ്ങൾ എന്നെ ഗോപനം ചെയ്യുന്നതായിരിക്കട്ടെ, എൻ്റെ രക്ഷണത്തിന് അത് സഹായകമായി തീരട്ടെ. ശ്രവണത്തിലൂടെ എന്താ ഉണ്ടാകുന്നത്? ജ്ഞാനമാണ് ഉണ്ടാകുന്നത്. ജ്ഞാനത്തിലൂടെ എന്തുണ്ടാകുന്നു? മുക്തി ഉണ്ടാകുന്നു. മുക്തിക്കപ്പുറം, മോക്ഷത്തിനപ്പുറം എന്താണ് നമുക്ക് സ്പൃഹണീയമായിട്ടുള്ളത്? അങ്ങനെ നമുക്ക് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്ന ശരിയായ ജ്ഞാനം പ്രദാനം ചെയ്യുന്നതിന് നമ്മുടെ ശ്രവണങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തി ശാന്തി ശാന്തി. ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ എന്ന് ആ അനുവാദം അവിടെ അവസാനിക്കാൻ നമുക്ക്